ദൈവഹിതപ്രകാരം ഇസ്രായേൽ ഗോത്രം രണ്ടായി ഭാഗിക്കപ്പെട്ടു. യഹൂദ ഗോത്രം ഒരു രാജാവിനാലും ഇസ്രായേൽ എന്ന 10 ഗോത്രങ്ങൾ മറ്റൊരു രാജാവിനാലും ഭരിക്കപ്പെടുവാൻ തുടങ്ങി. യൊരോബെയാമാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്. യൊരോബെയാം രാജാവായി കഴിഞ്ഞപ്പോൾ യൊരോബെയാമിനൊരു ഭയമുണ്ടായി. ഇസ്രായേൽ ജനം വീണ്ടും യെരൂശലേമിൽ ആരാധിക്കാൻ പോയാൽ അവിടെ അവർ വശീകരിക്കപ്പെടുകയും അവർ എന്നോട് യുദ്ധം ചെയ്ത് അവരെല്ലാവരും ആ രാജാവുമായി സഖ്യത ചെയ്യുകയും ചെയ്യുമെന്ന് ഭയന്ന്, ഇനി യെരൂശലേമിൽ നിങ്ങൾ ആരാധിക്കാൻ പോകണ്ട, മിസ്രൈമിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ ഞാൻ ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ബഥേലിലും ദാനിലും 2 യാഗപീഠങ്ങൾ പണിയുകയും കാളക്കുട്ടികളെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. യൊരോബെയാമിന് തെറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള ബോധം വരുത്തി കൊടുക്കുവാൻ ദൈവം ഒരു ദൈവപുരുഷനെ അങ്ങോട്ടയച്ചു. ആ ദൈവപുരുഷനോട് ദൈവം പറഞ്ഞത്, നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും വരുത്. അതാണ് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൻ ചെയ്യേണ്ടുന്ന കാര്യം. എന്നാൽ യൊരോബെയാം അവനുമായി പരിചയപ്പെട്ടു. അവനുമായിട്ടുള്ള ബന്ധത്തിൽ അവനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല. ദൈവകൽപ്പന ഇങ്ങനെയാണ്, ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ പോയ വഴിയായി മടങ്ങി വരികയോ ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ നിന്റെ കൊട്ടാരത്തിൽ വരികയില്ല എന്ന് പറഞ്ഞ് അയാൾ മടങ്ങിപ്പോകുമ്പോൾ ആ ദേശത്തൊരു വൃദ്ധനായ പ്രവാചകനുണ്ടായിരുന്നു. പ്രവാചകൻ വേഗം തന്നെ ഇതറിഞ്ഞു. അയാൾ കഴുതയ്ക്ക് കോപ്പിട്ട് ഈ ദൈവപുരുഷനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, യഹോവ എന്നോട് അരുളി ചെയ്തു, നിന്നെ വീട്ടിൽ കൊണ്ടുപോയി നിനക്ക് വെള്ളവും ഭക്ഷണവും തരണം, അതിനുശേഷം നിന്നെ മടക്കി അയക്കാം എന്ന് പറഞ്ഞു. ഈ വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ഈ ദൈവപുരുഷൻ പോവുകയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. മടങ്ങി വരുന്ന വഴിയിൽ ഒരു സിംഹം അവനെ കൊന്നുകളഞ്ഞു. കഴുതയെ അവിടെ തന്നെ കൊല്ലാതെ നിർത്തി സിംഹം ഈ ശവശരീരത്തിന് കാവൽ നിന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-13 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമായത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, ഭയം നമ്മളെ ദൈവ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയും. പല ഭയങ്ങളുമാണ് ദൈവ വഴി വിട്ട് സ്വന്തം വഴിയിൽ പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതേപോലെ ദൈവവചനത്തിനാണ് പ്രാധാന്യം. പലരും പ്രവാചകന്മാരുടെ പുറകെ പോവുകയും പ്രവചനങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനം എന്തു പറയുന്നു അതിനെതിരായി പലരും പ്രവചിക്കുമ്പോൾ, അതിന് പല ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ കാണിക്കുമ്പോൾ അവരുടെ പുറകെ നാം പോയി അത് വിശ്വസിക്കരുത്. ദൈവവചനമാണ് നമ്മളുടെ വിശ്വാസം നമ്മൾ കാണിക്കേണ്ടത്. വചനത്തെ അനുസരിക്കുകയും വചനം വിശ്വസിക്കുകയും ചെയ്ത് ദൈവ വഴിയിലൂടെ നടക്കുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യാം. പ്രവാചകനല്ല പ്രധാനപ്പെട്ടയാളെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.